അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചുമലിൽ പിടിച്ചുകൊണ്ട് അവിടുന്ന് നടത്തിയ ഒരു ഉപദേശം. ആ ഉപദേശമാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട, വളരെയധികം ചിന്തിക്കേണ്ട ഒരു ഉപദേശമാണ്. വീഡിയോ പൂർണ്ണമായും കേൾക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ നിങ്ങൾ ആ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. വീഡിയോക്ക് ഒരു മാഷാ അല്ലാഹ് കമന്റ് ചെയ്യുക. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. തുടർന്ന് കേൾക്കുക. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല മഹാനവറുകൾ പറയുകയാണ്, അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമൻകിബൈഹി, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ ചുമലിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ, ഭൗതിക ജീവിതത്തിൽ നീ ഒരു പരദേശിയെ പോലെയോ ഒരു വഴിയാത്രക്കാരനെ പോലെയോ ആവണം. വകാന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ യഖൂൽ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയാറുണ്ടായിരുന്നു, ഇദാ അംസൈത ഫലാ തൻദുരി സ്വബാഹ് വഇദാ അസ്ബഹത ഫലാ തൻദുരിൽ മസാ, വൈകുന്നേരമായാൽ നീ പ്രഭാതം പ്രതീക്ഷിക്കേണ്ടതില്ല, പ്രഭാതമായാൽ നീ വൈകുന്നേരത്തെയും പ്രതീക്ഷിക്കേണ്ടതില്ല. വഖുദ് മിൻ സിഹ്ഹതിക ലിമർദിക വമിൻ ഹയാതിക ലിമൗതിക, രോഗാവസ്ഥയിൽ ആവശ്യമാകുന്നത് ആരോഗ്യകാലത്ത് സമ്പാദിക്കുക, മരണാനന്തരം ആവശ്യമാകുന്നത് ജീവിതകാലത്ത് നേടിയെടുക്കുക. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ഈ ഹദീസിൽ നമുക്ക് ഒരുപാട് പാഠമുണ്ട്. നമ്മുടെ ജീവിതം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറഞ്ഞതുപോലെയായിരിക്കണം. എപ്പോഴും ഇന്നത്തെ ദിവസം ഞാൻ എന്ത് നന്മ ചെയ്തു, നാളത്തെ ഖബറാകുന്ന ജീവിതത്തിലേക്ക് ഞാൻ എന്ത് ചെയ്തു വെച്ചു എന്നുള്ള ചിന്ത ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാവണം. അല്ലാഹു നമ്മുടെയൊക്കെ ജീവിതം നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വീഡിയോ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സ്നേഹത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.